ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ഒരുപാട് പ്രോസസ്സുകളിലൂടെ സംഭവിച്ചിട്ടാണ്, ഒരുപാട് ഏരിയകളിലൂടെ കവർ ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഊർജ്ജമായിട്ട് പരിവർത്തനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ആ പെട്രോളല്ല നമ്മളെ വണ്ടിക്ക് ഉപകാരമാവുന്നത്, ഈ പെട്രോൾ കത്തിച്ചിട്ടുണ്ടാകുന്ന എനർജി കൊണ്ടാണ് ഇത് ചലിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനും. അപ്പോൾ നമ്മളൊരു പെട്രോൾ ടാങ്കിലേക്ക് ഒരു ഡീസൽ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ഡീസൽ അടിച്ചാൽ പ്രശ്നമാണ്, അത് പറ്റൂല. ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന ക്രൂരത എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കേണ്ട യഥാർത്ഥ ഇന്ധന സോഴ്സ്, നമ്മുടെ ശരീരത്തിലുള്ള ഇന്ന ഭക്ഷണം ഇത്ര ലെവലിൽ ഇത്ര ന്യൂട്രിയൻസ് കിട്ടണം എന്നുള്ളതിന് വിരുദ്ധമായി ഒന്ന് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ അപകടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിലൂടെ ഇതിലൂടെയൊക്കെ ഇത് കടന്നു പോകുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം അല്ലേ. ആദ്യം നമ്മൾ ഭക്ഷണത്തിൻ്റെ ഫസ്റ്റ് ഇവൻ്റ് തുടങ്ങുന്നത്, ഇതിപ്പോൾ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കണ്ടതാണ്, റിസ്ക് അവിടെ ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് കഴിക്കണം എന്ന് തോന്നുകയാണ്. അപ്പോൾ എനിക്കൊരു തലയിലൊരു സിഗ്നൽ എടുത്താൽ ഇതിങ്ങനെ കാണുമ്പം ഇതെടുത്ത് കഴിക്കണം. പലപ്പോഴും നമുക്കങ്ങനെ തോന്നൂലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങുന്നത് കാഴ്ചയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഷവായ അങ്ങനെ തൂക്കിയിട്ടത് കണ്ടു, അല്ലെങ്കിൽ ഒരു കുഴിമന്തി കട കണ്ടു, അല്ലെങ്കിൽ ഒരു ഷവർമ തൂക്കിയിട്ടത് കണ്ടു. നമ്മളെ തലച്ചോറ് ഇത് കാണലും തലച്ചോറ് ഒരു മെസ്സേജ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്, നമ്മുടെ ദഹന സിസ്റ്റത്തിന് കൊടുക്കുകയാണ്, ഗെറ്റ് റെഡി യാർ, ഗെറ്റ് റെഡി, നമുക്ക് തിന്നാം എന്നുള്ള ഒരു മെസ്സേജ് തലച്ചോറ് കൊടുക്കുകയാണ്. നമ്മളെ ഹങ്കർ റെസ്പോൺസ് അല്ല കൊടുക്കുന്നത്, നമ്മളെ ഈ കാഴ്ച നമ്മൾ തലച്ചോറിന് കൊടുത്ത മെസ്സേജാണ് ഈ ഗെറ്റ് റെഡി മെസ്സേജ് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ ട്രാപ്പിൽ വീണിട്ട് നമ്മളങ്ങ് വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടല്ല പോയത് കേട്ടോ, തലേന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഒരു കാഴ്ചയാണ് അതിന് കാരണമായത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ KR ബേക്കറിയിൽ ഇങ്ങനെ പോകുമ്പം നല്ല അവിടെ ഇങ്ങനെ ഷവർമല്ല എന്തൊക്കെയോ ഇങ്ങനെ പൊരിക്കുന്നതിൻ്റെ സ്മെല്ലടിച്ചപ്പം എൻ്റെ നാവിലേക്ക് വെള്ളം ഊറി. സ്മെല്ലാണ് അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഈ സ്മെല്ല് തലച്ചോറിന് മെസ്സേജ് കൊടുക്കുന്നു, ഇതാ ഭക്ഷണം റെഡി. നമ്മൾ സലൈവ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ആ ടെംപ്റ്റേഷൻ മറന്ന് നമ്മൾ വയറ് ഫുള്ളാന്നൊക്കെ മറന്നിട്ട് ചിലപ്പോൾ നമ്മൾ കഴിക്കാനും തുടങ്ങിയെന്ന് വരാം. എന്നാൽ തലച്ചോറ് കൊടുത്ത മെസ്സേജാണ്, നമ്മളുടെ വിശപ്പല്ല മെസ്സേജ് കൊടുത്തത്. അടുത്ത നമ്മളിതിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വായാണ്. വായ അവിടെ എത്തിയപ്പോൾ അവിടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്തു, പല്ല് ഇത് ചവച്ചരക്കാൻ വേണ്ടി സഹായിച്ചു. നമ്മളെ സലൈവയിൽ അമിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്തു. ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളെ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ട രൂപത്തിലേക്ക് ഇതിനെ പരിവർത്തനം ചെയ്യാണ്. നേരെ അങ്ങോട്ട് വീങ്ങിയാൽ ചിലപ്പോൾ സ്റ്റൊമക്കിലെത്തിയിട്ട് അത് അബ്സോർപ്ഷൻ നടന്നുകൊണ്ടൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വായിൽ വെച്ച് ഇതിനെ ഒരു ലെവലിലേക്ക് ആക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ ആട്ടുമ്പം കണ്ടിട്ടില്ലേ, അതുപോലെ ഇതിലോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഈ അമിലേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും, നമ്മൾക്ക് ഈ ഭക്ഷണത്തിലൂടെ എത്തുന്ന കാർബോഹൈഡ്രേറ്റിനെ അങ്ങോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇത് പാല് ചവച്ചെടുത്തു, നമ്മളെ നാവ് എന്ത് ചെയ്യും, ഇതിനങ്ങോട്ട് കൂടി മിക്സ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് എന്താക്കും, ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി തുടങ്ങും. ഈ വായന്ന് ചവച്ചരിഞ്ഞ ശേഷം ഇത് നമ്മളെ ഭക്ഷണം പോകുന്നത് അന്നനാളത്തിലേക്കാണ്. ഈ അന്നനാളത്തിൻ്റെ തൊട്ടരികിലായിട്ട് തന്നെയാണ് എന്ത് കിടക്കുന്നത്, ശ്വാസനാളം കിടക്കുന്നത്. ഈ ഭക്ഷണം അന്നനാളത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് എത്തുന്നത് ശ്വാസനാളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മരണമായിരിക്കും സംഭവിക്കുക, വളരെ അപകടമായിരിക്കും. അത് തടയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ഫ്ലാപ്പ് ഉണ്ട്. അതവിടെ അടിഞ്ഞു കിടക്കുമ്പം ഈ കഴിച്ച ഭക്ഷണം അന്നനാളത്തിലേക്ക് തന്നെ പോവുകയും ശ്വാസനാളത്തിലേക്ക് ഉള്ള എൻട്രി തടയുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ തെറ്റായ വഴിയിലൂടെ ഭക്ഷണം പോവാതെ ശരിയായ അന്നനാളത്തിൻ്റെ വഴിയിലൂടെ പോയിട്ട് നമ്മളുടെ ആമാശയത്തിലേക്ക് ആ ഭക്ഷണം പ്രവേശിക്കുന്നു. ഇനി ഈ അന്നനാളം പോകുന്ന ഭക്ഷണം പിന്നെന്താ ചെയ്യുന്നത്, നമ്മളെ ആമാശയത്തിലേക്ക് എത്തുകയാണ്. അതൊരു വലിയ ഫാക്ടറിയാണ്. ഈ ആമാശയത്തിൽ നിന്ന് പിന്നെ ചെറുകുടലിലേക്ക് എത്താൻ ഭക്ഷണത്തിന് 3 മണിക്കൂർ സമയമെടുക്കും. ഈ ആമാശയത്തിനുള്ളിൽ നിന്ന് ശക്തമായിട്ടുള്ള ആസിഡ് ഫാക്ടറി, ഇതിനെ ഡൈജഷന് വേണ്ടി സഹായിക്കാൻ നല്ല ശക്തമായിട്ടുള്ള ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള കണികകളാക്കി മാറ്റുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യേണ്ട എൻസൈംസും ഈ ആമാശയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മളെ ഭക്ഷണത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന 2 ഫാക്ടറികളുണ്ട്. ഒന്ന് ലിവറും പാൻക്രിയാസും. അത് നമ്മളെ ഭക്ഷണത്തിലൂടെ എത്തുന്ന
ഫാറ്റിനെയും പ്രോട്ടീനെയും കാർബോഹൈഡ്രേറ്റിനെയും വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ലിവർ എന്താ ചെയ്യുക? അതൊരു ബൈൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളെ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി ഈ ആമാശയത്തിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം പിന്നെ എങ്ങോട്ടാണ് ചെല്ലുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലേക്കാണ് എത്തുന്നത്. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മളെ രക്തത്തിലൂടെ ആഗിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് ഈ 20 ഫീറ്റോളം ദൈർഘ്യമുള്ള ചെറുകുടലിൽ വെച്ചാണ്. ഇതിൻ്റെ അബ്സോർപ്ഷനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് വില്ലൈ എന്ന് പറഞ്ഞിട്ട് ചില നാരുകളൊക്കെ പോലെ ഇങ്ങനെ ചൂണ്ടിക്കെടുക്കുന്ന ഒരു ഭാഗങ്ങൾ അതിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ആഗിരണം ചെയ്തെടുക്കുകയാണ്. ഇവിടെയാണ് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നത്. മറ്റേടത്തൊക്കെ ഇതിനെ വിഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു പരിഭവത്തിലാക്കിയിട്ട് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി അവിടുന്ന് നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ ഇതെങ്ങോട്ടാണ് എത്തുന്നത്? വൻകുടലിലേക്ക് അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. എന്നിട്ട് ഇതിനെ കട്ടിയുള്ള ഒരു വേസ്റ്റ് ആക്കിയിട്ട് ബാക്കി കഴിച്ച ഭക്ഷണത്തിൻ്റെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിനൊരു കട്ടി എന്ന് പറഞ്ഞൊരു വേസ്റ്റ് ആക്കി മാറ്റും. മലം സ്റ്റൂളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ശരീരത്തിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിലും ബാക്കിയുള്ള കുറച്ച് ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുമെന്നുള്ളതാണ്. പിന്നെ മലം പുറന്തള്ളലുമാണ്. ഈ റെക്റ്റം എന്ത് ചെയ്യും? നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ മലത്തെ അവിടെ കെട്ടിവെച്ച് നിർത്തും. നമ്മൾ ഒരു ടോയ്ലറ്റിൽ പോയിട്ട് ഇതിനെ പുറന്തള്ളുന്നത് വരെ അവിടെ പിടിച്ചു നിർത്തുന്നത് ഈ എന്നിട്ട് അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പം ഒരു യഥാർത്ഥ സമയം വരുമ്പോൾ നമ്മളെ നാഡികൾ ഞരമ്പുകൾ വഴി മെസ്സേജ് പോവും, ഇതൊക്കെ പുറന്തള്ളാൻ സമയമായി എന്ന്. എന്നിട്ട് നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോൾ പുറത്താകുമ്പോഴേക്കും അത് പുറന്തള്ളുകയും ചെയ്യപ്പെടും. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെയാണ് എനർജി ഉണ്ടാകുന്നതെന്നും